ഇന്ന് മഴ കാരണം തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ അവധിയായിരുന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയതാട്ടാ. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മേനെ കാണാണ്ടായി. അപ്പം ഞാൻ അമ്മ എന്ത് ചെയ്യുന്നു ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അമ്മ അതേ നമ്മുടെ വീടിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള റംബുട്ടാൻ പറമ്പിൽ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ റംബുട്ടാൻ പറമ്പിലാണെന്ന് വെച്ചാൽ നിറയെ കൂണുകൾ മുളച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഈ കൂണുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം കൂണ് പറിക്കാൻ വേണ്ടി പോയതാട്ടാ. അമ്മ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ആലോചിച്ചില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ പറിക്കാനായിട്ട് പോയി. അപ്പം അമ്മ പറിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേനും കുറച്ച് കൂണുകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മൊട്ട് കൂണുകളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ഈ മൊട്ടായിട്ട് നിൽക്കുന്ന കൂണുകളാട്ടാ കഴിക്കാനായിട്ട് നല്ലത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ പറമ്പിൽ മറ്റേ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് പുല്ലൊക്കെ വെട്ടിയായിരുന്നു. ആ പുല്ല് വെട്ടി കാരണമാണ് പെട്ടെന്ന് നമ്മൾ ഈ കൂണൊക്കെ ഉണ്ടായത് കണ്ടത് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിവിടെ കൂണ് മുളച്ചെന്നുണ്ടെങ്കിലും അതൊക്കെ വിരിഞ്ഞു പോയതിന് ശേഷം മാത്രമാണ് കണ്ടത്. അപ്പം നമുക്കത് ഉപയോഗിക്കാനൊന്നും പറ്റിയായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം പുല്ലൊന്നും ഇല്ലാണ്ടിരുന്ന കാരണം കൊണ്ട് നമുക്കത് പെട്ടെന്ന് കാണാനായിട്ട് പറ്റി. പിന്നെ ഇതിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ പുല്ല് വെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കൂണുകളൊക്കെ ഉണ്ടായത് കാട് പിടിച്ച പ്രദേശത്തും കുറച്ച് നല്ല വെളിവുള്ള പ്രദേശത്താണ് ഉണ്ടായത്. നമ്മളിവിടെ ഉണ്ടായ കാരണം കൊണ്ട് തന്നെ കുറച്ചൊക്കെ പുല്ലൊക്കെ വെട്ടി മാറ്റി അവിടെ ഉണ്ടായ കൂണുകളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെയും ഞങ്ങളിതേ കൂണുകളൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടിയും കുറേശ്ശെ കൂണുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പരമാവധി കിട്ടാവുന്ന അത്രയും കൂണുകളൊക്കെ പറിച്ചെടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഈ കൂണ് കിട്ടുന്ന കാരണം തന്നെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഈ കൂണ് ഭയങ്കര ഇഷ്ടമാട്ടാ. ഞങ്ങൾക്ക് ഇവിടെ സാധാരണയായിട്ട് 2 തരം കൂണുകളാണ് ഉണ്ടാവാറ്. ഒന്നിതാ ഈ സാധാരണ ഈ ഒരു കൂണും പിന്നെ ഉണ്ടാവുന്നതാണ് അരിക്കൂൺ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കൂണുകളും. അപ്പം നമ്മൾ ഈ പുല്ലൊക്കെ വെട്ടിയതിൻ്റെ ചെളിയൊക്കെ ഉള്ള കാരണം തന്നെ പറിച്ചെടുത്ത സമയത്ത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മളത് നന്നായിട്ട് കഴുകി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാട്ടോ ചെയ്തത്.